അച്ഛാ എന്ത് മര്യാദയായി കാണിക്കുന്നത്? വീട്ടിൽ കയറി വന്നവരെ അവമാനിച്ചു വിടുക? മര്യാദകേട് കാണിച്ച് ആരാണ് ചോദിച്ചു നോക്ക്. നിന്റെ കെട്ടിയോടും ആളുകാരോട് ചേർന്ന് ആ കറവക്കാരനെ ദരിദ്രവാസിയെ വേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ട് നാടകം കളിക്കായിരുന്നു ഇതുവരെ. ഒരു പൊട്ടി പെണ്ണിന് വേണ്ടി സ്വന്തം ആഭരണങ്ങളെല്ലാം പെറുക്കി കൊടുത്ത് എന്നെ കബളിപ്പിക്കാൻ നോക്കിയത് എന്തിനാണെന്ന് ചോദിക്കേ. അതെങ്ങനെയാ ചോദിക്കാൻ? ഈ വീട്ടിലെ ആമ്പിള്ളാരില്ലെന്നിട്ടല്ലേ പെണ്ണുങ്ങളാണെന്നുള്ള ബോധം പോലും വിറ്റകൾക്കില്ലാതെ പോയത്. ശരിയാണ്. ആണുങ്ങൾ ചോദിക്കേണ്ടത് ചോദിച്ചിരുന്നെങ്കിലേ മര്യാദക്കാരി പെണ്ണുങ്ങളായിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നേനെ. പറയട്ടടാ അവള്. അത്രയ്ക്ക് ആണുങ്ങൾ ചെയ്യേണ്ട എന്ത് പണിയാ അവള് ചെയ്യുമെന്ന് പറയട്ടെ. തന്ത ചത്ത് ചെതയിലെ തീയണയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയാ കുറച്ചുകാലം അവിടെ നിക്കട്ടെ വെച്ചത്. അതിനു മുമ്പ് ഇതുപോലുള്ള നാടകം കളിച്ച് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ അവളെ കെട്ടിയോടില്ലാത്ത തന്നെ ഇവളുമാർക്ക് എങ്ങനെ ഉണ്ടായി? മതി, ഒച്ച വെച്ച് സംസാരിച്ചോണ്ട് ചെയ്ത തെറ്റൊന്നും ശരിയാവില്ല. ചെമ്മാടത്തിന് കാണിച്ചത് അച്ഛനെ വിലച്ചോണ്ട് സംസാരിക്കുന്നു. പാടിയുടെ നീ എന്റെ ഭാര്യയാണ്. ഭർത്താവിനെ മാത്രം അനുസരിച്ച് ജീവിക്കേണ്ട നീ കണ്ട അലവലാദികളുടെ വാക്കും കേട്ട് എന്നെയും എന്റെ അച്ഛനെയും അമ്മയെയും കബളിപ്പിച്ചു. ഇനി ഒരു നിമിഷം പോലും എന്റെ ഭാര്യയായിരിക്കാനുള്ള യോഗ്യത നിനക്കില്ല. കോടീശ്വരി ഒന്ന് കരുതി നിന്നെ എന്റെ തലയെ കയറ്റി വച്ചിട്ട് ഇപ്പൊ പിച്ചക്കാശിന് പോലും വകയില്ലാത്ത നിന്നെ എനിക്ക് വേണ്ടടി. നീ ചെയ്ത തെറ്റിന് പ്രായച്ചിത്തം ഒന്നേ ഉള്ളൂ. ഒപ്പിടും. നോക്കാനൊന്നുമില്ല. ഞാൻ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് നിനക്ക് എതിർപ്പില്ല എന്നുള്ള ഒരു സമ്മതപത്രം, അത്രേ ഉള്ളൂ. ഒപ്പിടടി. മര്യാദക്ക് ഒപ്പിടുന്നതാ നിനക്ക് നല്ലത്. നീ അനുസരിക്കില്ലല്ലേ? ഒപ്പിടാനാ പറഞ്ഞത്. ഒപ്പിടടി. ഒപ്പിടാനാ പറഞ്ഞത്. മായ 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 അച്ഛാ, എന്തായി? ഒപ്പിട്ടോ? ഇല്ല, ഞാനൊരു അടി കൊടുത്തേ ഉള്ളൂ. അവളിപ്പോ അനക്കമില്ല. തീർന്നു. ചതിച്ചോ ദൈവമേ. തഞ്ചത്തി പറഞ്ഞ് ഒപ്പിടിക്കാൻ പറഞ്ഞിട്ട് അടിച്ചു കൊന്നല്ലോടാ ദ്രോഹി. ഇനി ഇപ്പൊ എന്ത് ചെയ്യും? ശ്രീദേവി, മായയെ കണ്ടോ? ഇല്ല. മായയും കുഞ്ഞിനെ എല്ലായിടത്തും തിരക്കി. ഇവിടെ എങ്ങും കാണാനില്ല. എവിടെ പോനാ? പിന്നെ മായയുടെ മുറിയിൽ ചോര വീണ പാടുണ്ട്. അയ്യോ, ചോരയോ? എനിക്ക് പേടിയാവുന്നു. മായക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് മോളെ. അയ്യോ, ഞാൻ ഇപ്പൊ കണ്ടതാ. ആരോ മാറ്റിരിക്കുന്നു. അതിനിടയ്ക്ക് ഇവിടെ ആര് വരാനാ? ഈശ്വരാ.
കിടക്കുക? മായേ, മായേ. ഓ, എനിക്ക് വയ്യ ഇനി വിളിച്ചു പോവാൻ. ഇത് എവിടെ പോയേക്കുന്നു? മായേ, എടി മായേ. എടി സത്യം പറ, എന്റെ അലമാര നീ തുറന്നോ? അയ്യോ ഞാനോ? പിന്നെ അല്ലാതാരെ? നീ അറിയാതെ അലമാരയിൽ ഇരുന്ന പണവും സ്വർണ്ണവും എവിടെ പോയി? അയ്യോ എന്റെ കുഞ്ഞുങ്ങളാണ് സത്യം, ഞാൻ എടുത്തിട്ടില്ലേ? അയ്യോ. മൂതേ, എടീ, ഞാൻ ഇത്രയും നേരം ഇവിടെ തൊണ്ടകേറി വിളിച്ചിട്ട് നീ എവിടെയായിരുന്നു? അയ്യോ മായയെ കാണുന്നില്ല, ഞാൻ പറമ്പിലൊക്കെ നോക്കിയേച്ച് വരും. മായയെ കാണാനില്ലേ? ഇല്ല, ഈ വീട്ടിലും പറമ്പിലും ഒക്കെ നോക്കി, എങ്ങും ഇല്ല. ആ, അപ്പൊ അവള് തന്നെ ആ കറവക്കാരനെ കളവേഷം കെട്ടിച്ചത് നമ്മൾ കണ്ടുപിടിച്ചെന്ന് അറിഞ്ഞപ്പോ പണവും പണ്ടവും എടുത്ത് മുങ്ങിയതാവും അവള്. എന്റെ ഭഗവതി, ഞാൻ എന്തായി കേൾക്കുന്നത്? പോയടി, എല്ലാം പോയി. ഇത്രയും കാലം ഞാൻ ഇതുപോലെ കാത്തു സൂക്ഷിച്ചിരുന്ന പണമെല്ലാം പോയല്ലോ. ഈ തടിയന്മാരും തടിച്ചിലും ഒക്കെ ഇവിടെ ഉണ്ടായിട്ട് എന്റെ കള്ളൊന്ന് എത്തിയപ്പോ എല്ലാം പോയല്ലോ ഭഗവാനെ. അച്ഛാ, അച്ഛൻ എന്താ കിടന്ന് വിളിക്കുന്നേ? എന്റെ പൊന്നു മക്കളെ, ആ പൊട്ടിപ്പെണ്ണ് നമ്മളെയൊക്കെ പറ്റിച്ചേച്ച് പോയടാ. വലിയ വീട്ടിലെ പെണ്ണാണെന്ന് പറഞ്ഞെടുത്ത് തലയെ വെച്ചോണ്ടിരുന്നത് ഇപ്പൊ ദേ അച്ഛന്റെ അലമാരിയിൽ ഇരുന്ന് സ്വർണവും പണവും പണ്ടവും ഒക്കെ എടുത്തോണ്ട് പോയി. ഈ ഭയങ്കരയാണല്ലോ നമ്മള് കുടുംബത്തിൽ വിളിച്ചു കയറ്റിയത്. എന്റെ മക്കള് കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെ ആർക്കുമില്ലാതെ പോയല്ലോ ഈശ്വരാ. എവിടെ പോയാലും അവള് മുടിഞ്ഞു പോത്തേ ഉള്ളൂ, ഗുണം പിടിക്കില്ല, നെറികെട്ടോള്, നന്ദിയില്ല. മതി നിർത്ത്. ആ പാവം പെണ്ണിനെ തല്ലി കൊന്നിട്ടൊന്ന് കള്ളക്കണ്ണീര് എടുക്കുന്നോ? അയ്യോ, തല്ലി കൊന്നോ? ആര്? ശ്രീദേവി, തോന്നിയ പറയരുത്. തോന്നിയാസല്ല, സത്യമാ. നിങ്ങളുടെ അച്ഛനും അനിയനും കൂടി ആ പാവം പെണ്ണിനെ തല്ലി കൊന്നു. എന്നിട്ട് കള്ളക്കഥ ഉണ്ടാക്കി രക്ഷപ്പെടാൻ ശ്രമിക്കുക. എന്തൊക്കെ നീ പറയുന്നേ? ഇതാ മായയുടെ മുറിയിൽ നിന്ന് കിട്ടിയതാ, വായിച്ചു നോക്ക്. നിങ്ങളുടെ പുന്നാര അനിയൻ ഇങ്ങനെ ഒരു കത്തെഴുതി അവളെ കൊണ്ട് ഒപ്പിടിക്കാൻ ശ്രമിച്ചതാ. അവൾ അതിന് സമ്മതിക്കാതെ വന്നപ്പോ അവൾ എന്തോ ചെയ്തു. സത്യമാണ്. ചന്ദ്രേശി മുറി അടിച്ചു കയറാൻ ചെന്നപ്പോ അവിടെ ചോരപ്പാട് കണ്ടിരിക്കുന്നു. ആ സമയത്ത് മായ മുറിയിലില്ലായിരുന്നു. ഞാൻ പോയി നോക്കുമ്പോഴേക്കും അത് ആരോ മായ്ച്ചു കളഞ്ഞു. നമ്മളൊന്നും അറിയാതെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. മതി, ഈ ഒരു പണി മാത്രമേ ഞാനിത് കേൾക്കാനുള്ളൂ. ഇപ്പൊ എന്റെ ഒരു കൊലപാതകമാക്കി. മക്കളെ, എന്നെയും നിങ്ങളെയും തമ്മിലടുപ്പിക്കാൻ ഒരു കള്ളക്കത്ത് എഴുതിക്കൊണ്ടൊന്ന് നാടകം കളിക്കുക ഇവര്. ഇതിലും ഭേദം വല്ല വിഷവും തന്നെ എന്നെയൊക്കെ കൊല്ല്. ഇനി ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. വിളിച്ചു പോയി ഞങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? അയ്യോ, ഒന്നുകളയാൻ എനിക്കും എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും വീതം വെച്ച് എഴുതി തരാന്ന് പറഞ്ഞ പറമ്പിൽ കയറി കുഴി വെട്ടിയത് ആരായാലും ശരി, ഒന്നുകളയാൻ. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോ ഇല്ലാത്ത കുഴി നേരം വിളക്കുന്നതിനിടയ്ക്ക് ആര് വെട്ടിയെന്ന് എനിക്ക് അറിയണം. അതും 6 അടി കുഴി. ആരെ കുഴിച്ചു വിടാൻ വെട്ടിയെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. 6 അടി കുഴിയോ? കേട്ടില്ലേ? ഇപ്പൊ ഞങ്ങൾ പറഞ്ഞത് കെട്ടുകഥയാണോ? ഇതിലൊരു കഥയില്ല. കുഴി വെട്ടിയ ഞാൻ തന്നെയാ. അയ്യോ എന്തിനാ? ജയദേവന്റെയും മായയുടെയും ജാതകത്തിൽ കാലദോഷമുണ്ടെന്നും അതിന് പരിഹാരമായി മന്ത്രം ജപിച്ച് കെട്ടിയ കുടം പറമ്പിൽ കുഴിച്ചിടണമെന്നും ജ്യോത്സ്യം പറഞ്ഞു. അതിനാ കുഴി വെട്ടിയത്. കള്ളം, പച്ചക്കള്ളം. ഇത് വിശ്വസിക്കരുത്. ആ പാവത്തിനെ കൊന്ന് കുഴിച്ചു മൂടിയിരിക്കുക. അച്ഛൻ പറയുന്ന സത്യമാണെങ്കിൽ ഇപ്പൊ തന്നെ കുഴിച്ചു നോക്ക്. നിങ്ങളല്ലേ മിണ്ടായിരിക്കാൻ പറഞ്ഞേ? അച്ഛനെ കുറിച്ചുള്ള സംശയം തീർക്കേണ്ടത് നിങ്ങളെക്കാൾ ആവശ്യം ഞങ്ങളുടെയാ. വന്നേ, വാ. എല്ലാരും വരി, വാ. സഹദേവ, ആ കുഴി വെട്ടിത്തുറന്ന് നോക്കരുത്. അച്ഛൻ ചെയ്ത കാലദോഷ പരിഹാരത്തിന് ഫലമില്ലാതായി പോവും. അച്ഛനെ നിനക്ക് വിശ്വാസമില്ലേ? ഉണ്ട്. അച്ഛനെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷെ ഇവരുടെ തെറ്റിദ്ധാരണ ഇന്നോടെ തീർക്കണം.
ഇനി പറയേ അച്ഛൻ പറഞ്ഞ കള്ളമാണോന്ന്. ഒന്നും അറിയാത്ത അച്ഛനെ നീയൊക്കെ കൂടി കൊലപാതകയാക്കി. മതിയായല്ലോ, തൃപ്തിയായല്ലോ. ഇല്ല, ഇതിലെന്തോ ചതിയുണ്ട്. അവളെ കൊന്ന് മറ്റെവിടെയോ കുഴിച്ചു മൂടിയിട്ട് കരുതി കുട്ടി ചെയ്ത തന്ത്രമായത്. ഞാനിത് വിശ്വസിക്കില്ല. നിന്നെ എന്റെ അച്ഛനെ വിശ്വാസത്തില്ല. നീ ഈ വീട്ടിൽ നിൽക്കണം. പോ. എവിടേക്ക് പോ? വിടമേ, നിന്നെ ഞാൻ എന്ത് തെമ്പാടത്തിനാണ് വളരെ കാണിക്കുന്നത്? വിവരമില്ലാതെ ഇവിടെ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി തല്ലിച്ചതയ്ക്കാ വേണ്ടത്. ഇവരെ ഇവിടെ ഇറക്കി വിട്ടാ എല്ലാ പ്രശ്നങ്ങളും തീരുവോ? 4 ആളറിഞ്ഞാൽ ഈ കുടുംബത്തിന്റെ മാനം ഉണ്ടാവും. അതല്ല ഇത്രയൊക്കെ വേണ്ട, ഒന്നും പറയണ്ട. പോകത്ത് പോകാൻ. കൊള്ളാം, എന്റെ മരുമകളുടെ ചങ്കൂറ്റം എനിക്ക് ഇഷ്ടമായി. പക്ഷെ പൊന്നുമോൾ ഒന്ന് മനസ്സിലാക്കണം, പിണക്കോഴി കൂടിയാൽ നേരം വിളിക്കുകയില്ല. ഇപ്പൊ ഞാൻ വിചാരിച്ചാൽ നിന്നെ എന്നേക്കുമായി ഈ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കാം. പക്ഷെ ഞാനത് ചെയ്താൽ പിന്നെ നീയും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? ദൈവമേ, ചതിച്ചോ? ആഹാ, ഇവിടെ വന്ന് നിൽക്കാണോ? നിങ്ങൾ എന്തിനാ ഈ പാതിരാത്രി ഇതിന്റെ മേലെ വലിഞ്ഞു കയറി? ഒന്നുമില്ല, മോളിൽ എന്തോ ശബ്ദം കേട്ടു, നോക്കാൻ വന്നതാ. ഇവിടെ ഒന്നും കാണുന്നില്ല, പോകാം. എന്നാ കുറച്ചു മുമ്പേ ഞാനും കേട്ടിരുന്നു. ആ മാളിയപ്പുറത്തെ ജാനകിയുടെ പറയുന്നേ 2 ഉരുളിയും 1 വാർപ്പും മോഷണം പോയത്. അയ്യോ, അയ്യോ, ഇനിയിപ്പൊ ഇതിനകത്തും കയറി തുടങ്ങിയോ ഭഗവാനെ? വാ, നമുക്ക് പോയി കിടന്നുറങ്ങാം. നമുക്കിത് ഹെഡ് മാസ്റ്ററോട് പറയാൻ ടീച്ചറെ. ശ്രീദേവി ടീച്ചറെ, നിങ്ങളെ തിരക്കി ആരോ വന്നിട്ടുണ്ട്. ആരാ? അതറിയില്ല. ടീച്ചറാണ്. മായേ, എവിടെയായിരുന്നു ഇതുവരെ? എന്താ നിനക്ക് പറ്റിയത്? നിങ്ങൾ ആരാ? രാത്രി സെക്കൻഡ് ഷോ സിനിമ കണ്ട് തിരിച്ചു വരുമ്പോ വഴിയിൽ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാ ശ്രദ്ധിച്ചത്. വണ്ടി നിർത്തി നോക്കിയപ്പോ ചോര വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ബോധം തെളിഞ്ഞപ്പോ ആരാ എന്താ എന്നൊക്കെ ചോദിച്ചു നോക്കി. പാവം, മിണ്ടാൻ വയ്യെന്ന് അപ്പോഴാ അറിഞ്ഞത്. നടന്നു നോക്കി ഒരു കടലാസിൽ എഴുതി കാണിച്ചു. അങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. എന്താ ഉണ്ടായത്? മാ എന്തിനാ വീട് വിട്ടു പോയെ? ഒരു 2ാം കെട്ടിന് സമ്മതിക്കണമെന്നും പറഞ്ഞ് ഇതിന്റെ ഭർത്താവ് എന്തോ കടലാസിൽ ഒപ്പിടാൻ പറഞ്ഞു. സമ്മതിക്കാതിരുന്നപ്പോ പൊതിരെ തല്ലി. അടി കൊണ്ട് ഇവള് ബോധം കെട്ട് വീണു. അവരച്ഛനും മോനും കൂടി മരിച്ചു എന്ന് വിചാരിച്ചിട്ട് കുഴി വെട്ടി മൂടാൻ നോക്കി. വേഗം ആട്ടെ. അച്ഛാ, അവളെ എവിടെയിട്ട് മൂടിയാ കുഞ്ഞിന് എന്ത് ചെയ്യും? വല്ല അനാഥാലയത്തിലേക്കുള്ള തള്ളാം. അതിവിടെ കിടന്നാലും ആവത്താ. നേരെ പോട് വെട്ട്. ഏതായാലും ദൈവാധീനം കൊണ്ട് ഇത്രയൊക്കെയല്ലേ വന്നുള്ളൂ. ഇനിയെങ്കിലും ഒരാപത്തും വരാതെ നോക്കണം. ഒരുപാട് പെൺകുട്ടികൾ എന്നോടൊപ്പം താമസിക്കുന്നുണ്ട്. പക്ഷേ മായി അവിടെ താമസിപ്പിക്കാൻ കൊള്ളില്ല. എന്താവശ്യം വന്നാലും അറിയിക്കാൻ മടിക്കരുത്. ശരി. സുന്ദരിമണിയുടെ വീട് ഏതാന്ന് ചോദിച്ചാ ആരും പറഞ്ഞു തരും. വരട്ടെ. ഈ ഉപകാരം ഒരിക്കലും നടക്കില്ല. വരട്ടെ മോളെ, വരട്ടെ. ശ്രീദേവിയുടെ വീട്ടിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വിശ്വസിക്കാൻ പറ്റണില്ല. ഇങ്ങനെ മനസാക്ഷി ഇല്ലാത്തവരുണ്ടോ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ടീച്ചർ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഈ അവസ്ഥയിൽ മായ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ടീച്ചർക്ക് അസൗകര്യം ആവില്ലെങ്കിൽ കുറച്ചു ദിവസത്തേക്ക് മായയും കുഞ്ഞിനെയും ടീച്ചറുടെ വീട്ടിൽ താമസിപ്പിച്ചോളാം. അതിനെന്താ, എത്ര നാൾ വേണമെങ്കിലും മായിക്ക് അവിടെ താമസിക്കാം. ആ